പഴം പൊരിച്ച കൂട്ടി തന്നെ നമുക്ക് ഈ ചെറിയ പഴം തോട് പൊടിച്ച് നല്ലോണം ഞമ്മിയിട്ട് ഇതാക്കാം. പഴം പൊരിച്ച് ഒക്കെ പിന്നെ ഈത്തപ്പഴം പൊരിച്ചതും ഇതിൽ തന്നെ ആക്കാം. അങ്ങനെ 3 മാതിരി പിന്നെ ഇതിലുണ്ടാക്കാം. മുട്ട വേപ്പിച്ചിട്ട് പൊരിച്ചതുണ്ട്, പൊറോട്ടി ഇന്നലത്തെ പത്തിലുണ്ട്, അത് എണ്ണയിലാക്കി പൊരിക്കണം. അങ്ങനെ പലതും ഇന്ന് തിന്നാനുണ്ട്. കാണാൻ നല്ല മഞ്ചില്ലേ. ഇന്നലെ പരിപ്പോടെ ഇട്ട്, ഇന്ന് നമുക്ക് പരിപ്പോടേൻ്റെ അന്യം ചുടാം. ഇതാ ഇത് പഴം ആക്കിയാൽ ഇനി പുളിവാറലെന്ന് പറയുക, പഴം നുള്ളിയിട്ടെന്ന് പറയുക, എല്ലാം പറയുക. ഈ ഒരു മൈദ മാവിനെ കൊണ്ട് തന്നെ 3-4 തരം ഉണ്ടാക്കാം നമുക്ക്. സാധാരണ നോമ്പിന് ഓരോരാളെ വയറ്റിലും ഒരു 5-6 കിലോ മൈദ നോമ്പാകുമ്പോഴത്തേക്ക് കുടലത്ത്. കാരണം 10-15 കിലോ മൈദ വാങ്ങി എന്നിട്ട് ദിവസം മൈദൻ്റെ പണിയിലെടുക്കാൻ ഒരു 15 കിലോനെങ്കിലും ഓരോരാളെ വയറ്റിൽ മൈദ എത്തും. അങ്ങനെ പഴമെല്ലാം കൂടി ഞമ്മടി ഇനിയിപ്പോൾ എണ്ണയിൽ ഇങ്ങനെ ഉള്ളി ഇടാം. പിന്നെ പുളിവാറിലൂടെ നീട്ടിയിട്ട് ചൂടാക്കട്ടാ. ഇങ്ങനെ കുറച്ച് പണിയുണ്ട്. കവറിലാക്കിയിട്ട് നീട്ടി നല്ല പാല് പോലെ ആക്കിയിട്ട് ചൂടാൻ പറ്റും. ഹലോ ഗായ്സ്, വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഗായ്സ്.